അപ്പം നമുക്ക് ദൈവവചന കേൾവിക്കായി നമ്മെ തന്നെ ഒരുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ 1 കൊറിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളാണ് നമ്മൾ കുറിവാക്യമായി എടുത്തിരുന്നത്. എങ്കിലും സമയക്കുറവ് കൊണ്ട് നമ്മൾ 12-ാമത്തെ വാക്യം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതേ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ആരംഭിച്ച് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. 1 കൊറിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രലോഭനത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. കൊറിന്ത്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ടത് ഒരു പരീക്ഷയല്ല, പ്രലോഭനം തന്നെയായിരുന്നു. ആ പ്രലോഭനത്തിൽ അവർ അടിപതറി വീണു എന്നുള്ളത് സത്യം. എന്നാൽ നമ്മൾ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ പ്രലോഭനം എന്നല്ല, പരീക്ഷ എന്നാണ് കാണുക. ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ പരീക്ഷ എന്നൊരു വാക്ക് കണ്ടു, പ്രലോഭനം എന്നൊരു വാക്ക് കണ്ടു. ഇനി ദൈവം നമ്മെ പരിശോധിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോഴും ഇതേ വാചകം തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. കാരണം ദൈവം നമ്മെ പരീക്ഷിക്കുകയോ നമ്മെ പ്രലോഭിപ്പിക്കാൻ പിശാചിനെ അനുവദിക്കുകയോ അതുമല്ലെങ്കിൽ നമ്മെ ശോധന ചെയ്യുകയോ ഒക്കെ ചെയ്യും കർത്താവ്. അപ്പം ആ സമയത്ത് നാം വീണു പോകാതിരിക്കണമെങ്കിൽ നാം എങ്ങനെ ജീവിക്കണം എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. നമുക്കറിയാം, പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചൊരുങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷ ആനന്ദകരമാണ്. കാരണം പരീക്ഷയുടെ ഒടുവിൽ അവന് ജയം കിട്ടും എന്നവന് നല്ല ഉറപ്പുണ്ട്. അതവന് പ്രൊമോഷൻ കിട്ടുകയാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷ എഴുതി പാസ്സായാൽ പിന്നെ അവൻ 9-ലല്ല 10-ലേക്ക് പോവുക. അപ്പം അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരാൾ തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പരീക്ഷ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരീക്ഷ ആവശ്യമാണ്. അത് 1-ാം ക്ലാസ് തൊട്ട് എല്ലാ ക്ലാസ്സുകളിലും ആവശ്യമാണ്. പക്ഷെ നമ്മുടെ സർക്കാരുകൾ പലപ്പോഴും മണ്ടൻ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കും. അതിൻ്റെ ഫലമായിട്ട് 9-ാം ക്ലാസ് വരെ ഒരു കുട്ടിയെയും തോൽപ്പിക്കില്ല. എന്നിട്ട് ആ കുട്ടികൾ പഠിക്കേണ്ടതൊന്നും പഠിക്കാതെ 10-ാം ക്ലാസ്സിലെത്തും. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്യും? ഉച്ചാരണ സ്ഫുടത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മിക്ക കുട്ടികൾക്കും ഇല്ല. ഇവിടെ യൂത്ത് ക്യാമ്പിന് വരുന്ന കുട്ടികളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ എഴുതുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മാർക്ക് പോലും ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അക്ഷരത്തെറ്റ്, വ്യാകരണത്തെറ്റ്, തെറ്റായ വാക്കുകളുടെ പ്രയോഗം. അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. 9313. അപ്പം ആളുകൾ നോക്കി, 9313. ആ പൊട്ടന് മനസ്സിലാകുന്നില്ല താനെന്ത് ബോഷത്തരായി പറയുന്നത്. ഇനി ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു സ്ത്രീ ഉണ്ട്, അത് അതിനേക്കാൾ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തറയായി കഴിഞ്ഞാൽ ആ തലമുറ നശിക്കുകയാണ്. ഇപ്പൊ ദൈവവചനം പ്രഘോഷിക്കണമെങ്കിൽ നമുക്ക് അറിവ് ദൈവത്തിൽ നിന്ന് കിട്ടണം. പക്ഷേ ഉച്ചാരണ ശുദ്ധി വേണോ? വേണം. ഇപ്പൊ നല്ലൊരു പാട്ടുകാരനാണ് ശ്രീകുമാർ. കേട്ടിട്ടില്ലേ? ശ്രീകുമാർ 13 എന്നാ പറയാം.
13 13. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഗുരുനാഥന്മാരൊക്കെ എന്നെ അടിച്ചു പഠിപ്പിച്ചതുകൊണ്ട് ഒത്തിരി പഠിച്ചില്ല, പക്ഷെ പഠിച്ചതൊക്കെ തലേ കയറി. അതുകൊണ്ട് ഇന്ന് പല ആളുകളും നമ്മളുടെ ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് കേട്ടിട്ട് അവരെന്നെ വിളിച്ച് പറയാറുണ്ട്, താങ്കൾ ഇത്രയേ പഠിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? അടി കൊണ്ട് പഠിച്ചതാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പരീക്ഷയെ ഭയപ്പെടുന്നത് ആരാ? പരീക്ഷയ്ക്ക് ഒരുങ്ങാത്തവനാണ് പരീക്ഷയെ ഭയപ്പെടുന്നത്. അല്ലാത്ത ആരും പരീക്ഷയെ ഭയപ്പെടുന്നില്ല. പരീക്ഷയെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തുടർന്ന് ഈ വചനത്തെ ഒന്ന് ആഴത്തിൽ പഠിക്കാം. 1 മണിക്കൂർ സമയം നമ്മുടെ മുമ്പാകെ ഉണ്ട്. ആകെ ഒരു വചനമല്ലേ പഠിക്കണ്ടു. പഴയ നിയമത്തിൽ ഏറ്റവും കഷ്ടം സഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മതി, അദ്ദേഹം എത്ര വിശുദ്ധനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണെന്ന്. എന്നിട്ടും അദ്ദേഹത്തെ പരിശോധിക്കാൻ ദൈവം പിശാചിന് അനുവാദം കൊടുത്തു. അങ്ങനെ വലിയ കഷ്ടത്തിലൂടെ ഇയ്യോബ് കടന്നുപോയി. തൻ്റെ ഭാര്യ അദ്ദേഹത്തെ വെറുത്തു, തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ സുഹൃത്ത് വലയം നഷ്ടപ്പെട്ടു. താൻ വലിയ നന്മ ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഇയ്യോബിനെ തള്ളി പറഞ്ഞു പോയി. പക്ഷേ ഇയ്യോബ് നിരാശപ്പെട്ടില്ല. മാത്രമല്ല, അവന് വലിയ പ്രത്യാശയുമുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. 23-ാമത്തെ അധ്യായം, അതിൻ്റെ 10 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ സാവധാനം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ എന്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എന്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എന്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു. അവിടുത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് വലിയ ദൈവഭയത്തിൽ ജീവിച്ചു. ഇത്രയും വലിയ കഷ്ടങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തോട് ഒരു പിറുപിറുപ്പിൻ്റെ വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് തൻ്റെ ദൈവം ആര് എന്ന ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഹൂ ഈസ് മൈ ഗോഡ്? എൻ്റെ ദൈവം ആരാണ്? ആ ദൈവത്തോട് ഞാൻ എങ്ങനെയാണ് ഇടപെടേണ്ടത്? ദൈവം സ്ഥായിയാണ്, സ്ഥിരമാണ്. ദൈവത്തിന് വേരിയേഷൻ ഉണ്ടാകുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ മനുഷ്യരുടെ കാര്യം കട്ടപ്പുകയാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് പഞ്ചാരയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ മട്ടുമാറ്റും. ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം മാറും. ഇത് പാടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് കഷ്ടത തരും. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടത ഉണ്ട്. പക്ഷെ ആ കഷ്ടതയിലൊന്നും നമുക്ക് ദൈവത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. ഇയ്യോബ് നമുക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു മാതൃകയാണ്. പരിശോധന കഴിഞ്ഞപ്പോൾ സാത്താൻ പരാജയപ്പെട്ടു. ഇയ്യോബിനാണെങ്കിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു. ഇരട്ടിയായി കൊടുക്കാത്തത് ഒരേ ഒരു സാധന, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇരട്ടിയായി കൊടുത്തില്ല. ഭാര്യ ഒരെണ്ണം തന്നെ ഉണ്ടായുള്ളൂ. മക്കളൊക്കെ ഇരട്ടിയായി കിട്ടി, വസ്തുവകളൊക്കെ ഇരട്ടിയായി കിട്ടി. ഇതുകൊണ്ടാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ. കാരണം അവൻ ആ പരീക്ഷ സഹിച്ചു കഴിയുമ്പോൾ ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചത് അവന് കിട്ടുക തന്നെ ചെയ്യും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ലഭിക്കുന്ന നന്മകൾ മാത്രമല്ല ആ വാഗ്ദത്തം ഉൾക്കൊള്ളുന്നത്, നിത്യതയിൽ ജീവന്റെ കിരീടവും നമുക്ക് കിട്ടും. ഈ ഭാഗം ചിന്തിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കാരണമുണ്ടായി. അതിങ്ങനെയാണ്, നമ്മുടെ മരിച്ചുപോയ യോഹന്നാൻ ചേട്ടൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസേട്ടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സഹോദരി പ്രശ്നം? അപ്പം അവർ പറഞ്ഞു, യോഹന്നാൻ ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടും ഞാൻ അദ്ദേഹത്തെ പ്രാഗിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി, കാരണം എൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം യോഹന്നാൻ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം യോഹന്നാൻ ചേട്ടൻ മരിച്ചപ്പോൾ എൻ്റെ ശാരീരിക പ്രയാസങ്ങൾ കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് ശക്തി ആവശ്യമാണെന്ന് കാണുന്ന ദൈവം നിങ്ങൾക്ക് അതിനുള്ള പോക്കുവഴി തരുന്നതാ. നിങ്ങൾ വാസ്തവത്തിൽ യോഹന്നാൻ ചേട്ടന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അത് നിങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്, അസംഭാവ്യമായ കാര്യമാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തത്. അതറിയുന്ന ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്തു? അതിനാവശ്യമായ ശക്തി തന്നു. ഇപ്പം നിങ്ങൾക്ക് അതിനാവശ്യമായ ശക്തി തരേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പം അവർ പറഞ്ഞു, യോഹന്നാൻ ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നറിയാം. ഇപ്പം യോഹന്നാൻ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കരുത്. ഞാൻ പറഞ്ഞു, യോഹന്നാൻ ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്തും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് യോഹന്നാൻ ചേട്ടനേക്കാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് യോഹന്നാൻ ചേട്ടനെ ഞങ്ങളുടെ യോഹന്നാൻ ചേട്ടൻ എന്ന് വിളിക്കണമെങ്കിൽ പോലും നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താലല്ലേ അദ്ദേഹത്തിന് കിട്ടുള്ളൂ, അല്ലേ? ഒരു ഗ്ലാസ് കയ്യിലെടുത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുപോയി ഒരു സ്പൂൺ എടുത്ത് കോരി ഒഴിച്ചു കൊടുത്തെങ്കിലേ പുള്ളി കുടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പം അത് നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പണിയായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ യോഹന്നാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹത്തിന് ഫിസിക്കലി ഒരു സഹായം ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാനേ പറ്റുള്ളൂ. പക്ഷെ പൈസ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ആൾ സഹായം തന്നെ വേണ്ടേ. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നറിയാം, അതുകൊണ്ട് എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോഴാണ് ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്യെടുത്ത് പലവട്ടം ചിന്തിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനമാണെന്ന്. തന്നെയല്ല, ഞാനും ജോഷിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളൊക്കെ സ്നാനപ്പെട്ട ദിവസം കൂടിയായിരുന്നു ഓഗസ്റ്റ് 15. ആ ദിവസം എനിക്ക് ഗോതുരുത്ത് സഭയിൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ഗോതുരത്തിൽ ശുശ്രൂഷിക്കാൻ പോകുന്നത് മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. ഈ മാസം ഇന്നലെ ഞാൻ പോയി ശുശ്രൂഷിച്ചു. പക്ഷെ ഓഗസ്റ്റ് മാസത്തിലെ 1-ാമത്തെ ശനിയാഴ്ച ഞങ്ങൾ മൂപ്പന്മാരുടെ ഒരു മീറ്റിംഗ് നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു കൊണ്ട് ആ മീറ്റിങ്ങിലാണ് പോയത്. ഗോതുരത്തിലെ ശുശ്രൂഷ നടന്നില്ല. 2-ാമത്തെ ആഴ്ച നടത്താമെന്ന് വെച്ചപ്പോൾ അതും നടന്നില്ല. കാരണം അന്നായിരുന്നു നമ്മുടെ കുര്യൻ്റെയും റാണിയുടെയും ഒക്കെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഞാറയ്ക്കലേക്കാണല്ലോ. അവർ പുതുതായി പണിയിച്ച വീട് പാർക്കിൽ വെച്ചിരുന്നത് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അതുകൊണ്ട് അന്നും ഈ ഗോതുരത്തിലെ മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവരത് ഓഗസ്റ്റ് 15 നടത്തി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു വിരോധമില്ല.
അങ്ങനെ ആ മീറ്റിംഗ് ഫിക്സ് ചെയ്തു. പക്ഷെ 14-ാം തീയതി രാത്രി മുതൽ എനിക്ക് വയറിനൊരു പ്രശ്നം തോന്നിയതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങി. പക്ഷെ പാതിര കഴിഞ്ഞപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ എമർജൻസി ആയിട്ട് കഴിക്കാവുന്ന ഗുളികയൊക്കെ ഉണ്ട്. ഞാനത് ഒരെണ്ണം കഴിച്ചു, ഫലിക്കുന്നില്ല. രണ്ടാമതൊരെണ്ണം കഴിച്ചു, ഫലിക്കുന്നില്ല. ഇതങ്ങനെ യാതൊരു ലഘുലഗാനില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു 10 പ്രാവശ്യം പോയപ്പോഴേക്ക് നേരം വെളുത്ത് കിട്ടി. ഉറങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാലോ. കാലത്ത് എഴുന്നേറ്റപ്പോൾ എൻ്റെ ചിന്ത, ഇനി എങ്ങനെ ഗോതിരുത്ത് വരെ പോയി ശുശ്രൂഷിക്കും? കാരണം ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നാട് തടുക്കാം മൂട് തടുത്തുകൂടാ. അപ്പം എങ്ങനെ പോകും? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, 2 ആഴ്ച മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് 3-ാമത്തെ പ്രാവശ്യം മാറ്റി വെച്ചിട്ടുള്ളത്. അതിന് പോകാതിരുന്നാൽ അതിനുവേണ്ടി ഒരുങ്ങി വന്ന ആളുകൾക്കൊക്കെ അതൊരു പ്രയാസമാവില്ലേ? അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. 9 മണിയായപ്പോൾ ഞാൻ ആ സഭയിലെ മൂപ്പനെ തോമസ് ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ചിലപ്പോൾ ഞാൻ വന്നില്ലെന്ന് വരും, ഒന്ന് ഒരുങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞു. കാരണം 10:30-ക്കാണ് അവിടെ മീറ്റിംഗ് തുടങ്ങുക. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരുങ്ങാലോ എന്ന് കരുതിയെ വിളിച്ച് പറഞ്ഞു. പക്ഷേ 10 മണിക്ക് മുമ്പ് തന്നെ ഞാൻ ഉന്തി ഉളുക്കി വിടുന്ന് പോവുകയും അവിടെ 10:30 മണിക്ക് തന്നെ എത്തി. 1:15 മണി വരെ ശുശ്രൂഷിച്ചു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ദൈവം സഹായിച്ചു. എല്ലാം കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഓടിയത് ടോയ്ലറ്റിലേക്കാണ്. പിന്നെ ഇവിടെ വന്നിട്ടും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ചെയ്യാൻ ഏൽപ്പിച്ച ആ ജോലി മാത്രം ഒരു തടസ്സവും കൂടാതെ എനിക്ക് ചെയ്യാൻ കർത്താവ് സൗഖ്യം തന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് പൗലോസ് പറഞ്ഞത്, നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു പോക്കുവഴിയും ദൈവം തരും. ഈ പോക്കുവഴി എല്ലാവർക്കും കിട്ടുമോ? ഇതാണ് പ്രശ്നം. വചനത്തിൽ അവിടെ കിടപ്പുണ്ട് പോക്കുവഴി ഉണ്ടാകുമെന്ന്. പക്ഷെ ഈ പോക്കുവഴി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാം. ആർക്കാണ് ആ പോക്കുവഴി കിട്ടുക? അതെല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോണ കാര്യമല്ല. ഗ്ലോറി ജീസസ്. 14-ാമത്തെ അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം, അതിൻ്റെ 25 തൊട്ട് ഒന്ന് വായിക്കണം. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, വെറുക്കാതെ. കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. കാരണം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ, അങ്ങനെ ഒരു പ്രസ്താവന കർത്താവ് പറയുമോ? ഒരിക്കലുമില്ല. അവരെ എല്ലാം വെറുത്തുകൊണ്ടല്ലാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവിന് നാം കൊടുക്കേണ്ട സ്ഥാനം അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും, എന്തിന്, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. ശത്രുവിനെ പോലും സ്നേഹിക്കണം എന്ന് പറഞ്ഞ കർത്താവ് മാതാപിതാക്കളെ വെറുക്കണമെന്ന് നമ്മോട് പഠിപ്പിക്കില്ലല്ലോ. അപ്പം ചില ട്രാൻസ്ലേഷൻ എററുകളാണത്. സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ പകയ്ക്കുക എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഭാര്യയെ പകയ്ക്കരുത്. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കന്മാരെ പകയ്ക്കുക? അവിടെ അർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്നത്
അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, സ്വന്തം ജീവനേക്കാൾ നാം കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനാണ് ദൈവം എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്കുള്ളതിനേക്കാൾ അന്യായമായ ശ്രദ്ധ ഉള്ള ഒരുവനാണ് കർത്താവ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അത് സ്ഥിരമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജിംസൺ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു സർജറി ആവശ്യമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച കാലത്ത് പോയി അഡ്മിറ്റ് ആകും. വെള്ളിയാഴ്ചയാണ് സർജറി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ വെള്ളി കഴിഞ്ഞാൽ ശനിയാഴ്ച എനിക്ക് ആസ്പത്രിയിൽ നിന്ന് പോരാം എന്നാണ് പ്ലാൻ. അപ്പോൾ ഒന്ന് ആസ്പത്രിയിൽ വന്ന് എൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡയറി എടുത്ത് നോക്കട്ടെ. ഇതിനെ ഡയറി എടുത്ത് നോക്കണമെന്നറിയാമോ? അന്ന് ഒരു ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ജിംസൺ ആസ്പത്രിയിലായാലും ഞാൻ ആ ശുശ്രൂഷയ്ക്ക് പോവുള്ളൂ. കാരണം എനിക്ക് വലുത് എൻ്റെ മകനേക്കാൾ കർത്താവാണ്. അത് ജിംസനും അറിയാം. കാരണം ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും അതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ നിങ്ങളെ ആരെയും ഞാൻ കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയില്ല, കരുതില്ല. എൻ്റെ ഒന്നാം നമ്പർ പ്രയോറിറ്റി കർത്താവാണ്. അതുകൊണ്ട് ഞാൻ പോയി ഡയറി എടുത്തു നോക്കിയപ്പോൾ അത്ഭുതം. വ്യാഴാഴ്ച ഉച്ച വരെ നമ്മുടെ സഭയിലുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച ബുധനാഴ്ച വരെ ജോസിന് ഒരു ശുശ്രൂഷയില്ല. മനസ്സിലായോ? അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞിട്ടാണോ ആ ഡേറ്റ് ഫിക്സ് ചെയ്തത്? അല്ല, അവൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാ. പക്ഷെ ആ ശുശ്രൂഷയ്ക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ദൈവം എൻ്റെ ഡയറി ഒന്ന് മറിച്ചു നോക്കി, എൻ്റെ ശുശ്രൂഷകൾ എന്നൊക്കെയാണെന്ന്. എന്നിട്ട് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് യാതൊരു തടസ്സവും വരാത്ത വിധത്തിൽ ആ ഡോക്ടറും ജിംസനും കൂടെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അവരെൻ്റെ ഡയറി കണ്ടിട്ടില്ല കേട്ടോ. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ. അപ്പൊ കാണാം, നിങ്ങളിൽ പലരും ദൈവത്തിന് കൊടുക്കുന്നത് 8ാം സ്ഥാനവും 9ാം സ്ഥാനവും 10ാം സ്ഥാനവും ഒക്കെയാണ്. 1ാം സ്ഥാനത്തേക്ക് കർത്താവ് ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയൊക്കെ കർത്താവിനും കരുതേണ്ട കാര്യമുള്ളൂ. കാരണം ആരംഭത്തിലെ യഹോവയായ ദൈവം പറഞ്ഞു, എന്നെ മാനിക്കുന്നവന് ഞാനും മാനിക്കും. അപ്പൊ ദൈവത്തെ മാനിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും മുന്നമേ അറിയുന്ന ദൈവം ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞിടും. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ആ കരുതൽ നമുക്ക് അനുഭവിക്കാനും കഴിയും. നിങ്ങൾക്കറിയാമോ, 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ ആ സഭയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആ മീറ്റിംഗ് ഒരു മാസം മുമ്പ് ഡിക്ലെയർ ചെയ്ത മീറ്റിംഗ് ആണെന്ന് ഓർക്കണം. എന്നിട്ടും അവിടെ പകുതി ആളുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ പാട്ട് പാടേണ്ട ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ആ സഹോദരൻ വന്നിട്ടില്ല. അപ്പോൾ എന്തേ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു കട്ടളവെപ്പുണ്ട്, അതിന് പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സയന കുറച്ച് പാട്ടൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ആരുമില്ല പാടാൻ, ജോസങ്ങളൊന്ന് പാടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്താ പാടുന്നതിന് വിരോധം? ഞാൻ ഒരിക്കലും എൻ്റെ ആരോഗ്യത്തിന് ദൈവത്തെക്കാൾ വില കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അന്ന് അവിടെ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ അന്നത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പും ഭംഗിയായിട്ട് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വെച്ചോളൂ. കാരണം ഗാഡ് നെവർ ഫെയിൽസ്. ഒരിക്കലും പരാജയപ്പെടാത്തൊരു കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ പരാജയപ്പെടുത്തരുത്. 1ാം സ്ഥാനം, അത് തലേ പോണെങ്കിൽ അത് പൊട്ടയെന്ന് വയ്ക്കട്ടെ. പിശാച് പരിശോധിക്കും. അതായത് ഒരു ദൈവിക കാര്യത്തിന് ഇങ്ങോട്ട് ഇറങ്ങണ നേരത്ത്
ഭാര്യ വന്നിട്ട് പറയും, ദേ ചെക്കന് പനിയാ. ചെക്കന് പനിയാണെങ്കിൽ അവളോട് പറയണം, നീ അവനെ കൊണ്ട് പൊക്കോ, എനിക്ക് പോരാൻ പറ്റില്ല, എന്നെ ഏൽപ്പിച്ചൊരു പണി എനിക്കുണ്ട്, ഞാൻ അതിന് പോകും, എനിക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ചെക്ക അവിടെ കിടന്നോളും, ഞാൻ വരുന്നത് വരെ അവൻ ചാവില്ല. ദൈവത്തിന് സ്തോത്രം. അത്രയും ഒരു ഉറപ്പ് നമുക്ക് നമ്മുടെ ദൈവത്തെ കുറിച്ചുണ്ടാകണം. ഇതല്ല, നമ്മുടെ എന്തെങ്കിലും ഒരു ഭൗതിക ആവശ്യം വരുമ്പോഴേക്കും നമ്മൾ ബബ്ബടിച്ച് അതിൻ്റെ പിന്നാലെ പോകും. എന്നിട്ട് ദൈവം നിന്റെ കൂടെ നിന്നില്ലെന്ന് പരാതി. ദൈവത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ട. അങ്ങനെ ഒരു വാക്യം ബൈബിളിലില്ല. അതുകൊണ്ട് നാമാണ് തിരുത്തേണ്ടത്, ദൈവം തിരുത്തില്ല. ദൈവം സ്ഥായിയായി അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് 365 ദിവസവും നിങ്ങൾ കാണും. അതാണ് നമ്മൾ കാണേണ്ട അത്ഭുതം. എന്ത്? നാം പോലും അറിയാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തരുന്ന ഒരു ദൈവം. ആ ദൈവം മഹാൻ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോവാം. ഗ്ലോറി ജീസസ്. ഈ കൊറിന്ത്യരുടെ കാര്യം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പൗലോസ് അവരെ ഭംഗിയായിട്ടൊന്ന് ട്രോളി. അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു കൃപാവരങ്ങളുടെ കുറവില്ല, ദൈവവചനത്തിലുള്ള അറിവിൻ്റെ കാര്യത്തിലൊരു കുറവില്ല, എല്ലാം ഭംഗിയാണ്. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് പിതാവും പുത്രനുമായുള്ള കൂട്ടായ്മയിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഭിന്നതയെക്കുറിച്ച് ക്ലോവയുടെ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു, ശരിയാണോ? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവരുടെ മുഖമൊക്കെ ഒന്ന് താന്നു. കാരണം അവരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. അവർക്ക് ലഭിച്ചിരുന്ന ദൈവിക നന്മകളെക്കുറിച്ച് അവർ അഹങ്കരിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് അവരോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ ഇടയിൽ കുലീനന്മാർ ഏറെയില്ല, നിങ്ങളുടെ ഇടയിൽ ശക്തന്മാർ ഏറെയില്ല, നിങ്ങളുടെ ഇടയിൽ ജ്ഞാനികൾ ഏറെയില്ല. എന്നിട്ടും ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ ചോദിക്കും. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കാരണം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരെയാണ് ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. മനസ്സിലായോ? യാതൊരു യോഗ്യതയില്ലാത്ത എന്നെ ഈ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ബോധ്യത്താണെന്നറിയാമോ? ഈ ഇരിങ്ങാലക്കുടയിൽ എന്നെക്കാൾ ഭോഷനായിട്ടൊരാള് ഇല്ല. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ നാശം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് എന്നോട് കരുണ കാണിച്ചിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്, അല്ലാണ്ട് എൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല. പല ആളുകളുടെയും ധാരണ അവരിപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, അവർ കുറേ നല്ല മനുഷ്യരായി തീർന്നിട്ടുണ്ട്, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന്. അല്ല. കർത്താവ് തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളുടെ നാശം 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് ദൈവം നമ്മോട് കരുണ കാണിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും കഴിവുകളിൽ ഒരിക്കലും 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 നിഗളിക്കരുത്. ദൈവം പാപം ചെയ്യുന്നവരോട് എതിർത്ത് നിൽക്കുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ശത്രുവാക്കി തീർക്കേണ്ടതിന് പുകഴരുത്, സ്വയം പ്രശംസിക്കരുത്, ഒരു കാരണവശാലും അഹങ്കരിക്കരുത്. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും നമ്മെ ക്രിസ്തുവിൻ്റെ താഴ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പൗലോസ് അവിടെ വേണ്ട വിധം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഗലാത്യ 3:27. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഒരു വസ്ത്രം കണക്ക് ക്രിസ്തുവിനെ ധരിക്കുന്നതിനോടാണ്
നമ്മുടെ സ്നാനത്തെ ഉപമിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നിട്ടില്ലെങ്കിലും കൊളോസിയ ലേഖനത്തിലെത്തിയപ്പോൾ, കൊളോസിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലെത്തിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു: എന്തൊക്കെ വസ്ത്രം ധരിച്ച് നാം നടക്കണം? അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും വിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സ്നേഹം ധരിക്കുവിൻ എന്നാണ് സത്യവേദോസ്തത്തിൽ കാണുക. അതാണ് കുറെ കൂടെ കറക്റ്റ്. 7 വസ്ത്രം ധരിച്ചവരായി നിങ്ങളെയും എന്നെയും കാണണം. ദൈവം നോക്കുമ്പോൾ നാം ഓരോരുത്തരും 7 വസ്ത്രം ധരിച്ചവരായിരിക്കണം. 7 ഒരു പൂർണ്ണ സംഖ്യയാണ്. എന്താണ്? നാം മനസ്സലിവിൽ ജീവിക്കണം. എന്നുവെച്ചാൽ നാം നമ്മുടെ ശരീരത്തോട് ചേർത്ത് ധരിക്കേണ്ട ആദ്യത്തെ വസ്ത്രമാണ് മനസ്സലിവ്. രണ്ടാമത്തേതോ ദയ. മൂന്നാമത്തേത് താഴ്മ. മനസ്സിലായോ? ഈ താഴ്മ ധരിക്കാൻ, അല്ലെങ്കിൽ മനസ്സലിവ് ധരിക്കാൻ, ദയ ധരിക്കാൻ നമുക്കുള്ള ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനമായി, വചനം മാംസം ധരിച്ചവനായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ അവൻ അതിനു മുമ്പ് ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ മാലാഖമാരുടെ ആരാധന ഏറ്റിരുന്നിരുന്നവനാ. എല്ലാം തികഞ്ഞവൻ. ആ തികഞ്ഞവനായ കർത്താവ് നമ്മെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിനായി ഉന്നതം വിട്ട് ഈ താണഭൂമിയിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം കാണിച്ച താഴ്മ എത്ര വലുതാണ്. സൃഷ്ടാവ് എന്ന സ്ഥിതിയിൽ നിന്ന് സൃഷ്ടി എന്ന നിലയിലേക്ക് തന്നെത്താൻ താഴ്ത്തി. പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ഒരു മാതൃക കാണിച്ചു തരേണ്ടതിന് തൻ്റെ കൈകളാൽ അധ്വാനിച്ച് കുടുംബം പോറ്റി. താൻ ജനിച്ചത് ഒരു ആശാരിയുടെ വീട്ടിലായിരുന്നു. തൻ്റെ വളർത്തുപിതാവായ ജോസഫ് തനിക്ക് എത്ര പ്രായമുള്ളപ്പോഴാണ് മരിച്ചതെന്നും ബൈബിളിലില്ല. പക്ഷെ തൻ്റെ പരസ്യ ജീവിതകാലത്ത് കണിശമായിട്ടും ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് ആദ്യം തച്ചൻ്റെ മകൻ എന്നായിരുന്നുവെങ്കിൽ പിന്നെ വിളിച്ചത് തച്ചൻ എന്നായിരുന്നു. അതിനർത്ഥം അവൻ തൻ്റെ വളർത്തുപിതാവായ ജോസഫിൻ്റെ കൂടെ തച്ചനായി പണി പഠിക്കുകയും തൻ്റെ മരണശേഷം യേശു തച്ചനായി ജോലി ചെയ്ത് കുടുംബം പോറ്റുകയും ചെയ്തു. 30-ാമത്തെ വയസ്സിൽ താൻ പിതാവിൻ്റെ വേലയ്ക്കായി ഇറങ്ങി തിരിച്ചപ്പോൾ തൻ്റെ താഴെയുള്ള സഹോദരങ്ങൾക്ക് മേലിളകി പണിയെടുക്കേണ്ടി വന്നു. അതായിരുന്നു യേശുവിൻ്റെ സഹോദരന്മാർക്ക് യേശുവിനോടുള്ള വഴക്കിന് കാരണം അതുവരെ മൂത്ത ജ്യേഷ്ഠനായി യേശു പണിയെടുത്ത് കുടുംബം പോറ്റിയിരുന്നു. പക്ഷെ 30 വയസ്സായപ്പോൾ യേശു തൻ്റെ പിതാവിൻ്റെ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ താഴെയുള്ള 4 ആൺമക്കൾക്കും പണിയെടുത്ത് തിന്നേണ്ടി വന്നു. അവർക്കാണെങ്കിൽ വേർപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് അവർ യേശുവിനെ കൊല്ലാൻ നോക്കിയതായി യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അതൊന്നും എടുക്കണ്ട, മനസ്സിലായോ? അപ്പോൾ അധ്വാനിച്ച് കുടുംബം പോറ്റുക അല്ലെങ്കിൽ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മെ കർത്താവ് പഠിപ്പിച്ചു. എന്നിട്ടോ തന്നെ സമീപിച്ചവർക്ക് മുഴുവൻ നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യാതെ അദ്ദേഹം നമുക്ക് വേണ്ടി മരിച്ചു. തന്നെ വിസ്തരിച്ച കോടതികളിൽ ഒരിടത്തും, അത് ഹെറോദോസായാലും കൊള്ളാം, പീലാത്തോസായാലും കൊള്ളാം, മഹാപുരോഹിതന്മാരാണെങ്കിലും കൊള്ളാം, ഒരിടത്തും അവന് ഒരു കുറ്റവും ആരോപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും
അവൻ നമുക്ക് വേണ്ടി കുരിശിൽ ശപിക്കപ്പെട്ടവനായി, നിന്ദിതനായി, പീഡിതനായി, ബലഹീനനായി ക്രൂശിൽ ജീവൻ വെച്ചു. ഇനി ഇതിനേക്കാൾ വലിയൊരു താഴ്മ ലോകത്തിൽ ഒരിടത്തും ഒരു സംഭവത്തിലും നമുക്ക് കാണാൻ പറ്റില്ല. ആ താഴ്മ നാം ധരിച്ച് നടക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഹിതം മാത്രമല്ല, കൽപ്പനയാണ്. അത് നാം ശരീരത്തോട് ചേർത്ത് ധരിക്കേണ്ട മൂന്നാമത്തെ വസ്ത്രമാണ്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത. പിന്നത്തേതാണ് ദീർഘക്ഷമ. ക്ഷമയല്ല, ദീർഘക്ഷമ, ലോങ് സഫറിങ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. ആളുകൾ നമ്മോട് പലതും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് വിവരമില്ലെന്നേ, നമുക്ക് കിട്ടിയ വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർ അങ്ങനെ നമ്മെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കട്ടെ, നാം അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അതിനുശേഷം പറയണ ആറാമത്തെ വസ്ത്രത്തെക്കുറിച്ച്. അത് വളരെ നിഗൂഢമായൊരു വസ്ത്രമായിട്ടാണ് കിടക്കുന്നത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെയാണ് ഈ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാവും. എബ്രായർ 8:12. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. അവരുടെ പാപങ്ങൾ ഇനി ഞാൻ ഓർക്കുകയുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നാം ദൈവത്തോട് നമ്മുടെ ഒരു പാപം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ക്ഷമ തരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നാം അങ്ങനെ ഒരു പാപം ചെയ്തിരുന്നു എന്ന കാര്യം ദൈവം മറന്നു കളയും. ദൈവത്തിൻ്റെ ഓർമ്മയിൽ പിന്നെ അത് നിൽക്കുന്നില്ല. നമ്മുടെ കാര്യം അതിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. എങ്ങനെയാണത് വ്യത്യാസപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തോമാസ് എൻ്റെ മുമ്പിലിരിക്കുന്നു. തോമാസ് എന്നോടൊരു തെറ്റ് ചെയ്തു എന്ന് വയ്ക്കുക. ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. തോമാസിന് പിന്നീട് മനസ്സിലായി തോമാസ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ തോമാസ് എൻ്റെ അടുക്ക് വന്നിട്ട് എന്നോട് പറയുന്നത്, ജോസേട്ടാ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കുക. ഞാൻ തോമാസിനോട് പറഞ്ഞു, സാരമില്ല തോമാസെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, സന്തോഷത്തോടെ പോയിക്കൊള്ളുക. അപ്പം തോമാസ് വിചാരിച്ചു ഞാൻ വാസ്തവമായ അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്ന്. പക്ഷേ തോമാസ് പറഞ്ഞത് വാസ്തവത്തിൽ ഞാൻ ക്ഷമിച്ചിട്ടില്ല. അതിൻ്റെ തെളിവ് എന്താണെന്നറിയോ? ഞാനും വിനീഷും കൂടെ ഒരു ദിവസം വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോൾ തോമാസ് വഴി വന്നു. അപ്പം ഞാൻ വിനീഷിനോട് ചോദിക്കും, ഞാൻ തോമസിനെ അറിയില്ലേ? പിന്നെ തോമസിനെ അറിയാലോ. ആളെ സൂക്ഷിച്ചോളോട്ടാ, ആള് പ്രശക, ആള് പെശകാണ്. എന്താ കാരണം? എന്നോട് തോമസ് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, നിന്നോടും ചിലപ്പോൾ മര്യാദയായി പെരുമാറും, സൂക്ഷിച്ചോളോ. ഇത് ഞാൻ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഓർമ്മ വരുന്നുണ്ട്. ഒന്ന്, തോമസ് എന്നോട് ചെയ്ത തെറ്റ് ഞാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തോമാസിനോട് ഞാൻ വാസ്തവമായി ക്ഷമിച്ചിട്ടുമില്ല ആണ് രണ്ടാമത്തെ കാര്യം. മനസ്സിലായോ? അപ്പം നാം മറ്റൊരാൾ നമ്മോട് ചെയ്ത തെറ്റ് നാം ക്ഷമിച്ചാൽ മാത്രം പോരാ, മറക്കണം. മറന്നില്ലെങ്കിൽ നമുക്ക് ആറാമത്തെ വസ്ത്രം ഇല്ലാത്തവനായിരിക്കുമെന്നർത്ഥം. ഇതിൻ്റെ അപകടം എന്താണെന്നറിയാമോ? നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എത്ര വസ്ത്രം ഉണ്ടെന്ന് കർത്താവ് എണ്ണി നോക്കും. അപ്പൊ കാണാം ഈ ആറാമത്തെ വസ്ത്രം നമുക്ക് ഇല്ല. അപ്പൊ കർത്താവ് പറയും, പിശാചിനോട് പറയും, ഇതാ നിനക്കുള്ളതാണ്, കൊണ്ടുപോക്കോ. അന്ന് കരഞ്ഞിട്ടും പല്ലുറുമിയിട്ടൊന്നും കാര്യമില്ല, ഇന്ന് തിരുത്തണം. എന്നിട്ട് പറയണ ഈ 6 വസ്ത്രങ്ങൾക്ക് ശേഷം പറയണ എല്ലാറ്റിനെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിവുള്ള സ്നേഹം ധരിപ്പിൻ. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന ഒരു മേലങ്കി പോലെയാ, ഏറ്റവും വെളിയിൽ ധരിക്കുന്ന ഒരു സാധനമാണ് സ്നേഹം. മനസ്സിലായോ? ഇന്ന് ഈ ലോകത്തിലുള്ള സഭകളൊക്കെ കൃപാവരങ്ങളുടെ പുറകെ നടക്കുക. നിങ്ങളൊന്ന് ബൈബിള് ശ്രദ്ധിച്ചൊന്ന് പരിശോധിച്ച് നോക്കണം.
ഈ കൊറിന്ത്യ ലേഖനത്തിന് അപ്പുറത്ത് ആരെങ്കിലും കൃപാവരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നേ. ഈ കൃപാവരങ്ങൾക്കൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രസക്തി ദൈവം കൊടുത്തിട്ടില്ല. പക്ഷേ ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കേണ്ട കാര്യത്തിൽ എല്ലാ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരിടത്തും യേശു ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഒരു കൃപാവരത്തെക്കുറിച്ചും യോഹന്നാൻ പഠിപ്പിച്ചിട്ടുമില്ല. പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ എന്താണ്? സ്നേഹം. ഇനി യോഹന്നാൻ കഴിഞ്ഞിട്ട് യൂദ ഒരു ലേഖനം എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം എല്ലാ കൃപാവരങ്ങളെക്കുറിച്ചോ അത്ഭുതങ്ങളെക്കുറിച്ചോ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, സ്നേഹത്തെക്കുറിച്ചാ. ഇനി പത്രോസ് 2 ലേഖനം എഴുതിയിട്ടുണ്ട്. അവിടെ എന്താ കൃപാവരങ്ങളെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സ്നേഹത്തെക്കുറിച്ചാ. ഇനി പൗലോസിന്റെ തന്നെ അവസാന ലേഖനങ്ങൾ എടുത്തു നോയിക്കോ, ഒരിടത്തും ഒരു അത്ഭുതത്തെക്കുറിച്ചും ഒരു കൃപാവരത്തെക്കുറിച്ചും ഒരു മെൻഷൻ പോലും ഇല്ല. എന്നാലും ജനം എന്തിന്റെ പുറകെയാ? അന്യഭാഷയുടെ പിന്നാലെയാണ് ആളുകൾ. അന്യഭാഷ വരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിർജീവമായ പ്രയോജനശൂന്യമായ ഒരു വരമാണ് അന്യഭാഷ. അതിനേക്കാൾ വലുതാണ് പ്രവചനം എന്ന് പൗലോസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ആ പ്രവചനവരം നിനക്കുണ്ടായാലും നീ നിത്യതയിൽ കടക്കില്ല. കർത്താവ് പറഞ്ഞു, അന്ന് ചില ആളുകളൊക്കെ എൻ്റെ അടുക്ക വന്നിട്ട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, വീര്യപ്രവർത്തികൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറയും, ഞാൻ ഒരു കാലത്തും നിന്നെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടുപോയെന്ന് പറയും. ഇപ്പൊ കൃപാവരങ്ങൾക്ക് ദൈവസന്നിധിയിൽ വല്ല വിലയുണ്ടോ? ഒരു വിലയുമില്ല എന്നതാണ് സത്യം. കാരണം കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്നാനപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ, പെടാപാടുപെട്ടോ, ഇതൊന്നല്ല ചോദിക്കുക. കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, മകനെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ തന്നു, നീ എനിക്ക് വേണ്ടി ജീവിച്ചോ? എൻ്റെ സ്വഭാവം നീ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തോ? മനസ്സിലായോ? നമ്മൾ സ്നാനപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാ? അതൊരു സഭയുടെ ചട്ടം നിറവേറ്റിയതല്ല. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കാലാകാലങ്ങളായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരാഗ്രഹമാണ്. സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള നാമവും സ്നാനപ്പെട്ടതിന് ശേഷമുള്ള നാമവും. കാരണം സ്നാനപ്പെട്ടതിന് ശേഷം നാം 7 വസ്ത്രം ധരിച്ച് നടക്കണം. എന്തൊക്കെ? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. മറ്റുള്ളവർ നമ്മോട് ചെയ്ത സകല ദുഷ്ടപ്രവൃത്തികളും മറന്ന് അവരെ സ്നേഹിക്കുക. ഇത് ചെയ്യാതെ ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നീ ശരിയാണ്, വെള്ളത്തെ മുങ്ങിയത് കൊണ്ട് നീ ഒരു നനഞ്ഞ പാപിയാണ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് നീ ഒരു ഉണങ്ങിയ പാപിയായിരുന്നു. പക്ഷെ ഇവിടെ നനഞ്ഞ പാപിക്ക് വേണ്ടിയും ഉണങ്ങിയ പാപിക്ക് വേണ്ടി ഒന്നും ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതാ നിന്റെ അപ്പനായ പിശാചിന്റെ കൂടെ നിനക്ക് വാസം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് തെറ്റുപറ്റരുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ഒരു വാക്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ പഠിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാർ നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് വിശുദ്ധന്മാർ ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ കർത്താവിനെ ശുശ്രൂഷിച്ച് വിശുദ്ധരാണെന്ന പദവി നേടി മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരെഴുതി വെച്ച ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ പാടാറില്ലേ? വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഗലീല കടലിൻ്റെ അല്ലെങ്കിൽ ഗലീല തടാകത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം. അങ്ങനെ കർത്താവും അപ്പസ്തോലന്മാരും കൂടെ ഒരു പടകിൽ കയറി. എന്നിട്ട് കർത്താവ് അമരത്ത് തലവെച്ച്
സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വന്നു, കായൽ തിരയിളകാൻ തുടങ്ങി. ഈ തിരയിളക്കം കൊണ്ട് വള്ളം ആടി ഉലയാൻ തുടങ്ങി. പിന്നെ വള്ളത്തിൽ വെള്ളം കയറി. ഈ സാഹചര്യത്തെ നിയന്ത്രിക്കാൻ അപ്പസ്തോലന്മാര് തങ്ങളാലാകുന്ന സകല പരിശ്രമങ്ങളും ചെയ്തു, പക്ഷെ പരാജയപ്പെട്ടു. അപ്പൊ അവര് കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളിതാ ചാകാൻ തുടങ്ങുന്നു, നിനക്ക് ഒരു ശ്രദ്ധയുമില്ലേ എന്ന് ചോദിച്ചു. നിശ്ചയമായിട്ടും അവർ കർത്താവിനോട് വളരെ സൗമ്യതയോടുകൂടിയാണ് ചോദിച്ചത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിനെ അവർ ശാസിക്കുകയാണ് ചെയ്തത്. ഇത്രയും ഞങ്ങളുടെ കൂടെ നടന്നിട്ട് ഞങ്ങൾ ഈ ചാകാറാവുമ്പോൾ പോത്തുപോലെ കിടന്നുറങ്ങുക, നിനക്കെന്താ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ കർത്താവ് ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. എന്നിട്ട് അപ്പസ്തോലന്മാരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങൾ സംശയിച്ചത് എന്തിന്? ഇത് വായിക്കണമെന്നൊന്നുമില്ല. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണത് ഉള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ മാത്രമാണ് ഈ അമരത്ത് തല വെച്ച് കിടന്നുറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ ഈ സംഭവം ഉണ്ടെങ്കിലും ഈ തലയണ വെച്ച് ഉറങ്ങിയ കാര്യം പറയുന്നത് മാർക്കോസിൽ മാത്രമാണ്. കർത്താവ് വാസ്തവത്തിൽ അവരെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. ഇവർക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ട്, താൻ ആരാണെന്ന് ഇവർ എന്താണ് മനസ്സിലാക്കിയതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെയ്തതാ. പക്ഷെ അപ്പസ്തോലന്മാർ ദയനീയമായി ആ പരിശോധനയിൽ തോറ്റുപോയി. കാരണം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് തങ്ങളോടൊപ്പം ഈ വള്ളത്തിൽ ഉള്ളത് എന്ന് അറിയുന്ന ഒരാൾക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവനുണ്ടാക്കിയ പ്രപഞ്ചം എന്തായാലും അവനെ മുക്കിക്കൊല്ലാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ കൊളോസിയർക്ക് എഴുതിയ ലേഖനം എടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ആ ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് തന്നെ നമ്മൊന്ന് മനസ്സിലാക്കണം. 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പ്രഘോഷിക്കുന്നത്, അവനിലൂടെ മാത്രമേ നമുക്ക് തികഞ്ഞവരായി തീരാൻ പറ്റുള്ളൂ, പക്വത പ്രാപിച്ചവരായി തീരാൻ പറ്റുള്ളൂ. കാരണം ദൈവത്തിൻ്റെ സകല ജ്ഞാനവും ദേഹരൂപമായി വസിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഈ ഭൂമിയിൽ നടന്നിട്ടുള്ളത്. അത് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരും അല്ല. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ 2-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും വാക്യത്തിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. പ്രൈസ് ദി ലോർഡ്. 2 വാക്കുകളാണ് ഞാൻ അതിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതിനാൽ, കാരണം ഇത് പറയുന്ന സഭയോടാ, കൊളോസിയ സഭയോടാ. അപ്പോൾ കൊളോസിയ സഭ എന്തായാലും കർത്താവിൽ വിശ്വസിച്ചവരും കർത്താവിനോട് ചേരാൻ സ്നാനമേറ്റവരുമാണ്. അപ്പോൾ അവരോട് പറയണം, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു, നല്ല കാര്യം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വേരൂന്നി ആത്മീക വളർച്ച പ്രാപിക്കണം. വേരൂന്നി ആത്മീക വളർച്ച പ്രാപിക്കണം. അതെനിക്ക് തോന്നുന്നത് സത്യവേദ പുസ്തകത്തിൽ 2:7 തോന്നുന്നത് കിടക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും മതി. അപ്പോൾ വേരൂന്നുക എന്നൊരു പ്രക്രിയ ഉണ്ട്.
വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രകൃതി ഈ മരങ്ങളോട് കാണിക്കുന്ന ഒരു കരുണയുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ലോകവ്യാപകമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം അത്. അതായത് വേനൽ ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് വലിയ കാറ്റടിക്കും. ഈ കാറ്റടിക്കുമ്പോൾ അതിൽ വീഴാതിരിക്കാൻ വേണ്ടി അതിജീവനത്തിൻ്റെ ശക്തി ഈ ലോകത്തിൽ എല്ലാറ്റിനും ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ചെറിയ ഉറുമ്പായാലും കൊള്ളാം, വൻമരമായാലും കൊള്ളാം, മനുഷ്യനായാലും കൊള്ളാം, മൃഗമായാലും കൊള്ളാം. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. അതിജീവിക്കാൻ കഴിയാത്തതൊക്കെ നശിച്ചു പോകും. അപ്പം മരങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിതാണ്, തങ്ങൾ കാറ്റിലകപ്പെട്ട് കഴിയുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി മരന്തിയും വേര് താഴേക്ക് ഇറക്കും. അത് ഒരു മരത്തിന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വേര് താഴേക്ക് ഇറക്കുന്നത് കൊണ്ട് പിന്നീട് വരുന്ന മാസങ്ങളിലുള്ള വേനൽക്കാലത്തെ അത് അതിജീവിക്കും. കാരണം അതിന് വെള്ളം കിട്ടും. അല്ലെങ്കിൽ എന്തുണ്ടാവും? അത് ഉണങ്ങിപ്പോവും. കേരളത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയ്ക്ക് വടക്ക് ഭാഗത്തുള്ള ആളുകൾ, തൃശ്ശൂർ പട്ടണത്തിലൊക്കെ നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ ഒരു പ്രത്യേക കാറ്റടിക്കുന്നത് കാണാൻ പറ്റും. അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വൃശ്ചികക്കാറ്റെന്നാണ് പറയാം. കാലത്തെ നേരത്തൊക്കെ തെങ്ങുകളൊക്കെ കിടന്ന് ആടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോവും, ചുണ്ടൊക്കെ വരഞ്ഞു പൊട്ടും. തൃശ്ശൂർ പട്ടണത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോയവർക്ക് വരെ ആ കാറ്റ് അനുഭവപ്പെടും. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ ആ കാറ്റടിക്കുന്ന ദിവസങ്ങളിൽ 1 കിലോ ഭാരെങ്കിലും കുറയും. കുട്ടികളൊക്കെ ഉണങ്ങും, വാരിയിൽ സകലണത്തിൻ്റെ പുറത്ത് കാണാം. ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർക്ക് കാണാം. ചിലർക്ക് അവകാശശ്രദ്ധയൊന്നുമില്ല, അവർ കാണൂല്ല. മനസ്സിലായോ? അപ്പോൾ ഈ കാറ്റ് അടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ മരങ്ങൾ എന്ത് ചെയ്യും? വീഴാതിരിക്കാൻ വേണ്ടി അവർ ആഴത്തിലേക്ക് വേരിറക്കും. അതുകൊണ്ട് പിന്നീട് വരുന്ന ധനു, മകരം, കുംഭം, മീനം, മേടം മാസങ്ങളിൽ ഒരു തുള്ളി മഴ കിട്ടില്ല. ആ കാലത്തും ആ മരങ്ങൾ അതിജീവിച്ച് നിൽക്കും. എന്ന് വെച്ചാൽ ഓരോ ക്രിസ്ത്യാനിയും നിത്യതയിൽ എത്തണമെങ്കിൽ അവന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് കഷ്ടം. മനസ്സിലായോ? ഒരു അനുഗ്രഹമാണ് കഷ്ടം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് ഇയ്യോബിന്റെ കാര്യത്തിൽ അതേപോലെ സത്യമായിരുന്നില്ലേ? ഇയ്യോബിനെ കുറിച്ച് ആരംഭത്തിലെ ദൈവം പറഞ്ഞു, ഇവനെപ്പോലെ സത്യസന്ധനായ, വിശുദ്ധനായ, നീതിമാനായ ഒരു മനുഷ്യനെ നീ ഭൂമിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ പിശാച് പറഞ്ഞു, അതില്ല, കാര്യം ആ വിശുദ്ധൻ തന്നെയാണ്. പക്ഷെ ആ വിശുദ്ധൻ്റെ അടുക്കൽ 38, 39, 40, 41, 42 അധ്യായങ്ങളിൽ ദൈവം ഇയ്യോബിനോട് ചോദിച്ച ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അറിവ് ഇയ്യോബിനുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇയ്യോബിന് സകല കഷ്ടങ്ങൾക്കും ശേഷമാണ് ആ ജ്ഞാനം ദൈവം അവന് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് 42-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നത്, യഹോവേ, എനിക്ക് അങ്ങയെക്കുറിച്ചൊരു കേൾവിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അങ്ങ് ആരാണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായത്. എന്ന് വെച്ചാൽ കഷ്ടങ്ങളെ അതിജീവിക്കുന്നവർക്ക്, വിശ്വാസത്തിൽ ദൃഢതയോടെ നിന്ന് കഷ്ടങ്ങളെ അതിജീവിക്കുന്നവർക്കാണ് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിക്കുക.
കാരണം ദൈവ ഭയമില്ലാത്തവർക്ക് ഒരിക്കലും ശോധനയെ അതിജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശലോമോൻ എഴുതി വെച്ചത്, ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് വെച്ചാൽ ദൈവ ഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പൊ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവന് ആവശ്യമായത് ദൈവം കൊടുക്കും. ജ്ഞാനം എന്ന് പറയുന്നത് സ്കൂളിലോ കോളേജിലോ പോയിട്ട് നേടാവുന്ന ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വിസ്ഡം എന്ന് പറയുന്നത് ദൈവികമായ പരിജ്ഞാനമാണ്. അത് വില കൊടുത്ത് വാങ്ങാവുന്നതല്ല, ഈ ഭൂമിയിൽ നിന്ന് സംഗ്രഹിക്കാവുന്നതുമല്ല. മനസ്സിലായോ? അതിന് ദൈവത്തെ ഭയപ്പെട്ടവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പഴയ നിയമകാലത്ത് നെബൂഖദ്നേസർ രാജാവ്, അന്നത്തെ അറിയപ്പെടുന്ന ലോകം മുഴുവനും നെബൂഖദ്നേസറിൻ്റെ കീഴിലായിരുന്നു. ആ കാലത്ത് ഈ മനുഷ്യനൊരു വലിയ പ്രതിമ ഉണ്ടാക്കി, വലിയ പ്രതിമ. എന്നിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഈ പ്രതിമയുടെ മുമ്പിൽ വന്നിട്ട് വേണം തൻ്റെ സാമ്രാജ്യത്തിലുള്ള സകല ആളുകളും ആരാധിക്കാൻ. അവിടെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. തമ്പുരു, വീണ, കിന്നരം, തപ്പ് ഇതൊക്കെ മുട്ടി ഈ വാദ്യഘോഷങ്ങളോടുകൂടെ ഈ ആരവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ഓരോരുത്തരായി വന്ന് നെബൂഖദ്നേസർ ഉണ്ടാക്കിയ ഈ പ്രതിമയെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കാത്തവരെ തീച്ചൂളയിലിട്ട് കത്തിച്ചു കളയും. ഇതായിരുന്നു രാജകൽപ്പന. പക്ഷെ ചില കുബുദ്ധികളായ ബാബിലോൺകാർ ഒരു കാര്യം കണ്ടു. എന്താണെന്നറിയാമോ? ഇസ്രായേല്യരായ 3 യുവാക്കൾ, ശദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ, ഇവർ 3 പേരും ഈ ബിംബത്തെ ആരാധിക്കാൻ തയ്യാറല്ല. അപ്പം അവർ ചെന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, ദേ ഈ 3 യുവാക്കൾ ഇവർ അടിമകളായി അങ്ങ് പിടിച്ചുകൊണ്ട് വന്നവരാ, അവർക്ക് അങ്ങ് വലിയ ഉന്നത സ്ഥാനമൊക്കെ കൊടുത്തിരുത്തിയിരിക്കുന്നവരാ. പക്ഷെ ഈ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നുണ്ടെങ്കിലും അങ്ങയുടെ കൽപ്പന അവർ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ രാജാവിന് വലിയ കോപമായി. കാരണം ഇവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ അവിടെ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാ. അങ്ങനെ രാജാവ് അവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൽപ്പനയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഈ പ്രതിമയെ ആരാധിക്കണമെന്നും അങ്ങനെ ആരാധിക്കാത്തവരെ തീയിലിട്ട് ചുട്ടുകൊല്ലുമെന്നും അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ 3 യുവാക്കന്മാരെന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കണം. ദാനിയേൽ 3:17-18. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഇതാണ് കാര്യം. അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ മതിയായവനാണ്. അതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആദ്യപടി. രണ്ടാമത്തേത് അതിലും ഭയാനകമാണ്. എന്താണത്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും നീ ഉണ്ടാക്കി ഈ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കില്ല. നിനക്ക് എന്താ വേണ്ടേച്ച് നീ ചെയ്തോ എന്ന്. ഇതൊരു രാജാവിനോട് പറഞ്ഞാൽ എന്തായിരിക്കും ആ രാജാവിൻ്റെ ക്രോധം? അങ്ങനെ ക്രോധം കൊണ്ട് ആ രാജാവ് പറഞ്ഞു, ഈ തീച്ചൂളയുടെ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ 3 പേരെയും ബന്ധിച്ച് ആളുകൾ കൊണ്ടുപോയി ഈ തീക്കൊണ്ടത്തിലേക്ക് എറിഞ്ഞു. ഇവരെ എറിയാൻ പോയ ബാബിലോൺകാർ തീയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കരിഞ്ഞു വീണു. ഈ 3 പേര് തീയിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ ഉറപ്പാണല്ലോ, ഇവരെ കൊണ്ടിടാൻ പോയവർ പുറത്ത് കരിഞ്ഞെങ്കിൽ കണിശമായിട്ടും അവരവിടെ കരിഞ്ഞു കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കരിക്കട്ട എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി നെബൂഖദ്നേസർ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവന് ഭയങ്കര അത്ഭുതം. കാരണം കെട്ടുവിട്ട 3 പേരും വേറെ
അവന് പരിചയമില്ലാത്ത ഒരാളും ആ കൂട്ടത്തിലുണ്ട്. അവൻ നബൂഖദ്നേസർ തൻ്റെ മന്ത്രിമാരെ വിളിച്ച് ചോദിച്ചു, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്? അതേലോ. അതെന്താ രാജാവിന് സംശയം? വീഞ്ഞ് തലയ്ക്ക് പിടിച്ചോ? നീ നോക്കടാ അതിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ടെന്ന്. അപ്പം അവർ 2 പേരും ചെന്ന് നോക്കിയപ്പോൾ അവിടെ 3 അല്ല 4 പേര്. അവിടെ എഴുതി വെച്ചിരിക്കണം, 4-ാമൻ സൂര്യനെ പോലെ തേജസ്സുള്ളവൻ. നബൂഖദ്നേസർ ചെന്നിട്ട് വിളിച്ചു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ ഒന്ന് പുറത്തേക്ക് വന്നാട്ടെ. പുറത്തേക്ക് വന്നപ്പോൾ രാജാവ് ഒരു കാര്യം കണ്ടു, ഇവർക്ക് തീയുടെ മണം പോലും ഏറ്റിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് രാജാവ് പറഞ്ഞു, ഇവരുടെ ദൈവമാണ് സാക്ഷാൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടവർക്കാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റുക, അല്ലാണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർക്കല്ല. മനസ്സിലായോ? ഈ കൊറിയയിലാണെന്ന് എൻ്റെ ഓർമ്മ, നോർത്ത് കൊറിയയിൽ ഒരു പ്രത്യേക രീതിയിൽ മുടിയൊക്കെ വെട്ടുന്ന ഒരു രാജാവില്ലേ, ഒരു പ്രസിഡന്റ്, കിങ് ഉൻ അതന്നെ മുതൽ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മതപ്രചാരണം അനുവദിച്ചിട്ടില്ല. പക്ഷെ അവിടെ രഹസ്യമായി വിശ്വാസികൾ ഉണ്ട് താനും. അങ്ങനെ അവരുടെ ഒരു ആരാധനാ യോഗത്തിലേക്ക് ചില പട്ടാളക്കാർ തോക്കുമായി ചെന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചെന്ന പട്ടാളക്കാരൻ പറഞ്ഞു, നിങ്ങളെ ഒന്നടങ്കം വെടിവെച്ച് കൊല്ലാനാണ് എനിക്ക് ഉത്തരവ്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ക്രിസ്തുയേശുവിനെ തള്ളിപ്പറഞ്ഞ് അവനെ ശപിച്ചാൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം, ജീവൻ കിട്ടും. ഇല്ലേ ഞാൻ നിങ്ങളെ മുച്ചൂടും ഇവിടെ വെച്ച് മുടിക്കും. അപ്പോൾ ഓരോരുത്തരായി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ജീവൻ കിട്ടുകയാണെങ്കിൽ അത് ബഹുലാഭം എന്നും പറഞ്ഞ് അവർ കർത്താവിനെ തള്ളി പറഞ്ഞ് പുറത്തേക്ക് പോയി. അവസാനം ആ ശുശ്രൂഷകനും ഏതാനും കുറച്ച് വിശ്വാസികളും മാത്രം ബാക്കിയായി. അപ്പോൾ ആ പട്ടാളക്കാരൻ തോക്ക് ചൂണ്ടി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജീവനിൽ കൊതിയില്ലേ? അവർ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾക്കില്ല. അപ്പോൾ ആ പട്ടാളക്കാരൻ പറഞ്ഞു, ഇനി നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാം, പേടിത്തൊണ്ടന്മാരൊക്കെ പോയില്ലോ, ഞാനും ഒരു വിശ്വാസിയാന്ന് പറഞ്ഞു. അപ്പൊ ആരാധിക്കണമെങ്കിൽ ആരുടെ കൂട്ടത്തിലിരുന്ന് ആരാധിക്കണം? ദൈവഭയമുള്ളവരുടെ കൂട്ടത്തിലിരുന്ന് ആരാധിക്കണം. മനസ്സിലായോ? ഈ ഭീരുക്കളുടെ കൂടെ ഇരുന്നിട്ട് ആരാധിച്ചിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടാൻ പോണില്ല. കാരണം ഈ പേടിത്തൊണ്ടന്മാരൊന്നും നിത്യതയിലേക്ക് കടക്കാനും പോകുന്നില്ല. വെളിപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം എടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഒരു കാരണവശാലും കടക്കുകയില്ലാത്തവരുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് 2-ാമത്തെ മരണം. ഇതാണ് നരകം. ഇവിടെ കടക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്ന 1-ാമത്തെ കൂട്ടരാരാ? ഭീരുക്കൾ. ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ. ആ ജീവിതത്തിൽ കർത്താവിനെ അറിയാൻ, കർത്താവിൻ്റെതായി തീരാൻ യാതൊരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് നമുക്ക് അവസരം ലഭിച്ചു. ഇനിയിപ്പോൾ ഈ ജീവിതം കർത്താവിനങ്ങ് കൊടുക്കാം. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന്. ഇനി കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ പോലും എന്നായാലും ഒരു ദിവസം നമ്മൾ ചാവുമല്ലോ. ഈ ചത്തിട്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമല്ലോ. പ്രതിഫലം വാങ്ങണമെങ്കിൽ എവിടെ ചെല്ലണം? കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ചെല്ലണം. എങ്കിൽ പിന്നെ അന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പാകത്തിൽ ഇന്ന് അവൻ്റെ സാക്ഷിയായിട്ട് ധീരത്വം വെടിഞ്ഞ് ജീവിക്കുന്നതല്ലേ
എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇതിനാവശ്യമായ കൃപ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ആ 13-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. പരിശോധന അല്ലെങ്കിൽ പ്രലോഭനം, അതല്ലെങ്കിൽ പരീക്ഷ, ഇതെല്ലാവർക്കും ഉള്ളതാ, ചില ആളുകൾക്കല്ല. കർത്താവ് പറഞ്ഞു പ്രലോഭനമുണ്ടാവുക സാധാരണമാണ്. കാരണം പിശാചിന് ദൈവം അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെ പോലും പിശാച് പ്രലോഭിപ്പിച്ചത്. അവൻ്റെ ജനറലി പിശാചിൻ്റെ പേര് എതിരാളി, ശത്രു എന്നൊക്കെയാണ്. പക്ഷെ അവന് വേറൊരു പേര് കൂടിയുണ്ട്, പ്രലോഭകൻ എന്നാണ് അവൻ്റെ പേര്. അതുകൊണ്ട് ആ പ്രലോഭകൻ നമ്മെ പലതിനും പ്രലോഭിപ്പിക്കും. അതിൽ വീഴാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിനെതിരെ നാം കരുതലെടുക്കണം, അതിനെതിരെ നാം പോരാടി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം വായിക്കൊന്നും വേണ്ട, 11-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾക്ക് ശേഷം ദൈവരാജ്യം ബലപ്രയോഗത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ബലാൽക്കാരികൾ ബലം പ്രയോഗിച്ച് അതിനകത്തേക്ക് കടക്കുന്നു. അപ്പോൾ പ്രലോഭനം ഉണ്ടാകും എന്നത് സത്യം. ആ പ്രലോഭനത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്നത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് എന്ന് ലേഖനം എഴുതിയവൻ പറഞ്ഞു, ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോയിക്കോളും. എന്നാൽ ദൈവം സഹായിച്ച് നമ്മുടെ സഭയിലുള്ളവർക്കോ വചനം കൃത്യമായി കിട്ടുന്നത് കൊണ്ട് ഇവിടെ ആരും പിശാചിനെ അങ്ങനെ ഭയപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കൂട്ടത്തിലൊരു തമാശ പറഞ്ഞിട്ട് നിർത്താം. ഇന്നലെ ഞാനറിയാത്ത ഒരു സ്ത്രീ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു. ആ വോയിസ് മെസ്സേജിൽ പറയുന്നത്, ഞങ്ങളുടെ സഭയിലൊക്കെ പാസ്റ്റർമാരുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ പറയുന്നത് പോലെ ജീവിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് എനിക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കണം, എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അവരെ വിളിച്ചു, കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. എന്നിട്ട് അവരവരുടെ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ദൈവദാസന്മാരില്ലേ? അവരോട് പറഞ്ഞാൽ അവർ സംസാരിച്ച് ശരിയാക്കില്ലേ? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ സത്യമാണെങ്കിലും നിങ്ങളെ എനിക്ക് ഉപദേശിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഒരു ഭാഗം മാത്രം കേട്ടിട്ടൊരു ഉപദേശം തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഡേറ്റ് തരാം. ആ ഡേറ്റിൽ നിങ്ങളുടെ വീടിനടുത്ത് എനിക്കൊരു ശുശ്രൂഷ വരുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരാം. രണ്ടുപേരും വേണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറയണം, ഞാൻ എൻ്റെ ഭർത്താവുമായി ഇപ്പോൾ ഒരു ശാരീരിക ബന്ധത്തിലല്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? കാരണം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കല്ല ഭർത്താവിനാണ് അധികാരം, ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭർത്താവിനല്ല ഭാര്യയ്ക്കാണ് അധികാരം എന്നൊക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സഹോദരി ഈ വചനത്തിനെതിരെ പ്രവർത്തിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ പറയണ്, എൻ്റെ ഭർത്താവിനെ ഭരിക്കുന്നത് പിശാചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയാൽ അദ്ദേഹത്തിലുള്ള പിശാചിൻ്റെ ആത്മാവ് എന്നിലേക്ക് കയറുമോ എന്നാണ് ഭയം. മനസ്സിലായോ? ഇതാണ് ദൈവസഭകളുടെ നിലവാരം. മനസ്സിലായോ? അപ്പോൾ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ഈ മാസത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ച ഞാൻ പിറവത്തുണ്ടാകും. അന്ന് 1 മണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെയർ ചെയ്യാം. നിങ്ങൾ ഒരു വിശ്വാസിയാണ് എന്ന് നിങ്ങൾ 3-4 പ്രാവശ്യം എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു വിശ്വാസിയല്ല, നിങ്ങളൊരു അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വന്നാൽ മതി, പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടം വരെയുണ്ട് ഇവരുടെ അന്ധവിശ്വാസം? ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ വിശ്വാസികൾ എത്ര എണ്ണമുണ്ട്? ഭൂരിഭാഗവും അന്ധവിശ്വാസികളും പിശാചിനെ ഭയപ്പെടുന്നവരുമാണ്.
ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇവർക്ക് ദൈവത്തെ ഭയം ഇല്ല. ഇവർക്ക് പിശാചിനെ ഭയമാണ്. പിശാചിനെ ഭയപ്പെടണമെന്ന് ഒരിടത്തും ബൈബിളിലില്ല. പക്ഷെ ദൈവത്തെ ഭയപ്പെടണം എന്ന് ബൈബിളിലുണ്ട് താനും. മനസ്സിലായോ? ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനെ എതിർത്താൽ പിശാചിന് ഓടിപ്പോവുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. കാരണം വിശുദ്ധിയോടെ ജീവിക്കുന്ന നിന്നെ കണ്ടാൽ പിശാച് മനസ്സിലാക്കും, എൻ്റെ തല തകർക്കാൻ അധികാരമുള്ള ഒരുവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ എത്രയും വേഗം സ്കൂട്ടാവും. അവൻ നിങ്ങളോട് എതിർത്ത് നിൽക്കില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവനെ എതിർക്കാൻ നമുക്ക് കൽപ്പനയുണ്ട്. നാം അവന് കീഴടങ്ങേണ്ടവരല്ല. ദൈവത്തിന് സ്തോത്രം. ഹെബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ എഴുതി വച്ചിട്ടുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ അവസാന ഭാഗത്താണത്. 12-ാം അധ്യായത്തിലോ മറ്റാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ് 12:4, പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നാം ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. പ്രലോഭനം ഉണ്ടാവുക സർവ്വസാധാരണമാണ്. അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാ. പക്ഷേ പ്രാണത്യാഗത്തോളം, ജീവൻ പോവോളം അതിനോട് എതിർത്ത് നിൽക്കുക എന്ന് നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം നിറവേറ്റുന്നതായി കർത്താവ് കണ്ടാൽ കർത്താവ് നമുക്ക് നീക്കുപോക്ക് അല്ലെങ്കിൽ പോക്കുവഴി കർത്താവ് തരും. അല്ലാതെ എല്ലാവർക്കും പോക്കുവഴി ഉണ്ടാകും, എല്ലാവർക്കും ദൈവസഹായം കിട്ടും, ഇതൊന്നും ബൈബിളിലില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ എവിടുന്നെങ്കിലും ഒരു വചനം അടർത്തിയെടുത്തിട്ട് നിങ്ങളതിനൊരു വ്യാഖ്യാനം കൊടുത്ത് ആശ്വാസം വരുമെന്ന് വിചാരിച്ചാൽ ആശ്വാസം വരില്ല. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളത്. അത് പണ്ടേ ദൈവം പറഞ്ഞു വെച്ചിട്ടുള്ളതാ. തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ സർവഭൂമിയിലും ഊടാടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? എല്ലാവർക്കും വേണ്ടിയല്ല അത്. തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനാണെന്ന് ദൈവം കാണിച്ചു തരും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമേ വേണ്ട. ഈ നല്ല വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ജീസസ്. ഇനി നമുക്ക് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഒരു പഴയ പാട്ടിൻ്റെ ചില വരികൾ പാടാം. നാം ചെയ്തു പോയ സകല തെറ്റുകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ നിർത്താൻ കഴിവുള്ള ഒരേ ഒരു സാധനം യേശുക്രിസ്തു ചിന്തിയ കുറ്റമില്ലാത്ത രക്തമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഇങ്ങനെ എഴുതി വച്ചത്, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ കാൽവരി രക്തത്തിൻ്റെ യോഗ്യതയിലൂടെയാണ് നമുക്ക് പാപപ്രതി കിട്ടുന്നത്, അല്ലാതെ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് ആ പുണ്യാഹ രക്തം നമുക്ക് തരാൻ തീരുമാനിച്ച് ദൈവത്തെയും നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി രക്തം ചിന്തിയ പുത്രനെയും ഈ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി നമ്മോട് കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം.